التمسك بالأثر نجاه. 87-ാമത്തെ ചോദ്യം. മാ അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരം ഏതാണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരം ഏതാണ്? എന്താണ് ഉത്തരം? അൽ ജവാബ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. നമുക്കൊക്കെ പരിചയമുള്ള 4 വാക്കുകൾ. പക്ഷെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ ഈ 4 വാക്കുകളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാക്കുകൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ 4 വാക്കുകൾക്ക് ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം? അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് ഞാൻ പറയുന്നതാണ് എനിക്ക് ഈ സൂര്യനുദിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, എന്ന് വെച്ചാൽ ഈ ദുനിയാവിൽ എന്തൊരു കാര്യം എനിക്ക് കിട്ടുന്നതിനേക്കാൾ, വലിയ കോടികൾ സമ്പത്ത് കിട്ടുന്നതിനേക്കാളും, വലിയൊരു രാജ്യം അതിൻ്റെ അധികാരം കിട്ടുന്നതിനേക്കാളും, ഇങ്ങനെ എന്തൊരു കാര്യം എനിക്ക് ഈ ദുനിയാവിലെ കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്താ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നെനിക്ക് പറയാൻ പറ്റലാണ് എനിക്കതിനേക്കാളും ഒക്കെ ഇഷ്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ധാരാളം ശ്രേഷ്ഠതകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിൻ്റെ കൂടെ സഞ്ചരിക്കാം. അങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉണങ്ങിയ മരത്തിൽ കുറേ ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ മരത്തിലേക്കൊന്ന് ആഞ്ഞടിക്കും. അപ്പോൾ ഈ അടിയുടെ ശക്തി കാരണത്താൽ ആ മരത്തിലെ ഉണങ്ങിയ ഇലകളൊക്കെ കൊഴിഞ്ഞു വീഴും. സ്വഹാബത്ത് ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയും, ഈ മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ എങ്ങനെയാണോ കൊഴിഞ്ഞു വീണത്, അതേപോലെ ഒരടിമ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവൻ്റെ തെറ്റുകളും കൊഴിഞ്ഞു പോകും, ഇല്ലാതെയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തരാം. അതുപോലെ ധാരാളം ശ്രേഷ്ഠതകൾ ഈ 4 വാക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട 4 വാക്കുകളായതുകൊണ്ട് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണെങ്കിൽ കൂടെ വളരെ വേഗത്തിൽ അതിൻ്റെ അർത്ഥം ചെറിയ രൂപത്തിൽ വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ഈ ഓരോ വാക്കുകളും നമ്മൾ പറയുമ്പോൾ, സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരു മരം നൽകപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരു മരം നൽകപ്പെടുന്നുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരു മരം നൽകപ്പെടുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു മരം നടപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ വാക്കുകൾ നമ്മൾ ഓരോ തവണ പറയുമ്പോഴും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഓരോ മരങ്ങൾ നടപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഈ വാക്കുകൾ എന്താണ് ഇത്രയും ശ്രേഷ്ഠതയുള്ള വാക്കുകൾ? അള്ളാഹുവിന് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം അതിൻ്റെ ആശയം തന്നെയാണ്, അതിൻ്റെ അർത്ഥം തന്നെയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹുവിലേക്ക് ചേർത്തി പറയപ്പെടുന്ന, അല്ലെങ്കിൽ അവനെപ്പറ്റി പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള കുറേ തെറ്റായ ചിന്തകളുണ്ട്, തെറ്റായ ആശയങ്ങളുണ്ട്, തെറ്റായ വിചാരങ്ങളുണ്ട്. ഈ ചിന്തകളിൽ നിന്നും, ആശയങ്ങളിൽ നിന്നും, വിചാരങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു മുക്തനാണ്, അവൻ അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്, അതൊന്നും അവന് യോജിച്ചതേ അല്ല എന്ന പ്രഖ്യാപനമാണ് സുബ്ഹാനല്ലാഹ് എന്ന വാക്ക്. അപ്പോൾ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ റബ്ബിനെപ്പറ്റി ഒരുപാട് മോശത്തരത്തിൽ പല ചിന്തകളും ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ഷിർക്കിലേക്ക് എത്തിയത്. ഒരുപാട് മോശം ചിന്തകൾ, അവന് ഭാര്യയുണ്ടെന്നും സന്താനങ്ങളുണ്ടെന്നും അവനേക്കാൾ അല്ലെങ്കിൽ അവൻ്റെ അത്രയും കഴിവുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള പലരും ഉണ്ടെന്നും, അങ്ങനെ പലതരത്തിൽ പല മോശപ്പെട്ട, റബ്ബിന് തീരെ യോജിക്കാത്ത, നമുക്ക് പറയാൻ പ്രയാസമുള്ള കുറേ കാര്യങ്ങൾ റബ്ബിനെ പറ്റി പലരും ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അത്തരം ചിന്തകളൊന്നും എൻ്റെ റബ്ബിന് യോജിച്ചതല്ല. എൻ്റെ റബ്ബ് അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്, അവൻ ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് എന്നുള്ള പ്രഖ്യാപനമാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്ക്. അൽഹംദുലില്ലാഹ് എന്നുള്ള വാക്ക് അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ
നമ്മൾ സുബ്ഹാനല്ലാഹയിൽ ന്യൂനതകൾ, മൈനസുകളെ പറ്റിയിട്ട് പറയാം. ഒരു ന്യൂനതയും റബ്ബിനില്ല എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലയിൽ പോസിറ്റീവാണ്. എന്ന് വെച്ചാൽ എല്ലാ ഹൈറുകളും, എല്ലാ നല്ല ഗുണങ്ങളും, എല്ലാ മികച്ച ഗുണങ്ങളും, ഒരാളുടെ പൂർണ്ണതയെ അറിയിക്കുന്ന എന്തെല്ലാം ക്വാളിറ്റികളുണ്ടോ ആ ക്വാളിറ്റികളൊക്കെയും എൻ്റെ റബ്ബിനുണ്ട്. അത് വെറുതെ ഉണ്ടെന്നല്ല, അത് ഏറ്റവും പൂർണ്ണമായ അളവിൽ റബ്ബിനുണ്ട്. എല്ലാ നല്ല ഗുണങ്ങളും, എന്തൊക്കെ നല്ല ഗുണങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഏതൊക്കെ എടുത്തു പറഞ്ഞാലും, അത് ശക്തിയാണെങ്കിൽ ശക്തി, വലിപ്പമാണെങ്കിൽ വലിപ്പം, അറിവാണെങ്കിൽ അറിവ്, കഴിവാണെങ്കിൽ കഴിവ്, ഭംഗിയാണെങ്കിൽ ഭംഗി, അങ്ങനെ ഓരോന്നോരോന്നോരോ നിങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ആ എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടോ അതെല്ലാം ഏറ്റവും പൂർണ്ണമായ അളവിൽ അള്ളാഹുവിനുണ്ട്. ആ ഒരു പ്രഖ്യാപനമാണ് അൽഹംദുലില്ലാ. എല്ലാ നല്ല ഗുണങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എങ്ങനെ നോക്കിയാലും എന്തെല്ലാം ഹൈറുകളുണ്ടോ അതൊക്കെ റബ്ബിന് യോജിച്ചതാണ്, അതൊക്കെ റബ്ബിന് അവകാശപ്പെട്ടതാണ്. എല്ലാ ഹൈറുകളും അവൻ്റെ പക്കൽ നിന്നുള്ളതാണ്. ആ ഒരു പ്രഖ്യാപനമാണ് അൽഹംദുലില്ലാ എന്നുള്ള വാക്ക്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് നമുക്കറിയാം, അള്ളാഹുവിന് പുറമേ ഇബാദത്തുകൾ നൽകപ്പെടാൻ അർഹതയുള്ള ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിലേ ഇല്ല. അത് മലക്കിനും അതിനുള്ള യോഗ്യതയില്ല, റസൂലിനുമില്ല, വലിയനുമില്ല, ജിന്നിനുമില്ല, ആർക്കുമില്ല. ഇബാദത്താകുന്ന ഒരു കാര്യവും അള്ളാഹു അല്ലാതെ ഒരാളും അർഹിക്കുന്നില്ല. അതിപ്പോൾ പ്രാർത്ഥന എന്നുള്ള പേര് പറഞ്ഞിട്ടാണെങ്കിലും, സഹായതേട്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിലും, ഇസ്തിഗാസ, എന്ത് പേരിട്ട് പറഞ്ഞാലും ഇബാദത്തിന് ഇനങ്ങളിൽപ്പെട്ട ഒരു കാര്യവും അള്ളാഹു അല്ലാതെ ഒരാളും അതിന് അർഹതപ്പെടുന്നില്ല, ഒരാൾക്കും അതിന് അർഹതയില്ല. ആ ഒരു പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. പിന്നെ അള്ളാഹു അക്ബർ. അള്ളാഹുവാണ് എല്ലാത്തിനേക്കാളും വലിയവൻ. ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്. അത് ശരിക്കുമുള്ള വലിപ്പം കൊണ്ട് മാത്രമല്ല, എല്ലാ നിലയ്ക്കും ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് അവന് തന്നെയാണ്. ഏറ്റവും വലിയ അധികാരമുള്ളത് അവന് തന്നെയാണ്. ഏറ്റവും വലിയ ഖജനാവുകളുള്ളത്, ഇങ്ങനെ എല്ലാ നിലയ്ക്കും, ഏത് നിലയ്ക്കും നമ്മൾ എടുത്തു പറഞ്ഞാലും ഏറ്റവും വലുത് അള്ളാഹുവാണ്. അപ്പം ഈ 4 വാക്കുകൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയ ഒരാൾ, അവന് റബ്ബിനെ പറ്റി ശരിയായ ചിന്തകൾ നിലനിർത്താൻ ഈ 4 വാക്കുകൾ തന്നെ പര്യാപ്തമാണ്, മതിയായതാണ്. അതുകൊണ്ടാണ് ഈ 4 വാക്കുകൾ അള്ളാഹുവിന് ഇത്രയും പ്രിയങ്കരമായ വാക്കുകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നുവെച്ചാൽ ഉദാഹരണത്തിന് നമുക്ക് റബ്ബിനെ പറ്റി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അവൻ്റെ വിശേഷണങ്ങളെപ്പറ്റി നമുക്കൊരാൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ നമ്മൾ വെറുതെ കുറേ വിശദമായി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഒരുപാട് കടുകട്ടിയായ വിഷയങ്ങളും സംസാരങ്ങളും മേഖലകളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഈ 4 കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് ഏതൊരാൾക്കും കിട്ടും.